മാപ്പിളപ്പാട്ട് സ്ഥിരം പാടിക്കൊണ്ടിരുന്ന അക്ബർ ഒരു വേദിയിൽ വന്നപ്പോൾ അക്ബർ പറയുന്നു, എനിക്കൊരു ഹിന്ദി പാട്ട് പാടാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കാരണം നിന്നെയും കൊണ്ടൊന്നും പാടാൻ നടക്കത്തില്ല, നീ മാപ്പിളപ്പാട്ട് തന്നെ പാടി പാടി പോയിക്കോ, നീ മാപ്പിളപ്പാട്ട് തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വലിയ വേദിയിലോട്ട് വന്നതിന് ശേഷം തിരുത്തി പറയിപ്പിച്ചില്ലേ? അത് ഒരു വലിയ നമ്മൾ അറിഞ്ഞോണ്ടല്ല, അങ്ങനെ തിരുത്തി പറയേണ്ടി വന്നു അവർക്ക്. ശരിക്കും അന്ന് അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുന്നത് ഒരു ബൂസ്റ്റ് തന്നെ ആയിരുന്നല്ലേ? ഇല്ല, ബൂസ്റ്റ് ഭയങ്കര പെയിൻഫുൾ ആണ് ആക്ച്വലി അങ്ങനത്തെ ഇതൊക്കെ ആ സമയത്ത്. ഇപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കടക്കുമ്പോൾ ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ തരം അല്ലെങ്കിൽ നമ്മളെ നടക്കില്ല എന്ന് പറയുമ്പോഴും പെയിൻഫുൾ തന്നെയാണ് അത്. പിന്നെ അത് അങ്ങനെയായിട്ട് പോയി, അതൊക്കെ പഴയ കാലം. അതിൽ വിഷമങ്ങളൊന്നുമില്ല ആ സമയത്തൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പാട്ടൊക്കെ ആക്ച്വലി ഞാൻ മറന്നുപോയി. അപ്പൊ ആ ചിന്തയൊന്നും ആ സമയത്ത് അപ്പോഴും എനിക്കെന്തില്ല, ആ ചിന്തയില്ല. അതൊക്കെ പാടി ഇപ്പൊ ഗാനമേളൊക്കെ പാടി, അത് ഗാനമേളൊക്കെ ഒരു കാലത്ത് പാടിയിരുന്നതാണ്. പിന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആ പാട്ടുകളൊന്നും പാടലില്ല. അപ്പൊ നീ ഇപ്പൊ പാടിയിട്ട് നിന്റെ വോയിസിലൂടെ ഒന്നും കൂടെ ഇവിടെ ഒരു ഫ്രഷ് ആയിട്ടൊന്ന് വരട്ടെ നിന്റെ പാടാൻ പറഞ്ഞ ആൾക്കും അറിയായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റോറി? ഇല്ല, അവർക്കൊന്നും അറിയില്ല. എനിക്കത് ആ സമയത്ത് അറിയണ്ടായില്ല. പിന്നെ നമ്മൾ സ്റ്റേജിൽ പാടി കണ്ടസ്റ്റൻസ് ജഡ്ജസ് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നതാണ്, ശരിയാണല്ലോ ഈ പാട്ടൊക്കെ പാടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പഴയ അന്ന് ഞാനൊരു ഫാനായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ അന്ന് ഞാൻ ആങ്കറിങ്ങിൽ ഒന്നുമില്ല, എന്നാലും അന്ന് ഞാൻ തിരയുമായിരുന്നു ഇതാരാണ്. അത് ഞാനാണ്.